السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അല്ലാഹുവിൻ്റെ രക്ഷയും കരുണയും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് ലുഖ്മാനിലെ ആദ്യ ഭാഗത്തെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി നമ്മൾ പറഞ്ഞുപോയി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിലെ 10-ാമത്തെ ആയത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. സൂറത്ത് ലുഖ്മാനിലെ 10-ാമത്തെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ 10-ാമത്തെ ആയത്തിന്റെ മുകളിലെ 3 ആയത്തുകളെ വളരെ ചെറിയ രൂപത്തിൽ പറഞ്ഞു പോകാനുണ്ടായത്. അപ്പൊ അവിടെ അള്ളാഹു മനുഷ്യ കുടുംബത്തിലെ വിശ്വാസികളല്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ, ഈ വിശ്വാസികളല്ലാത്തൊരു വിഭാഗം എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും തിരുത്തുന്നത് പോലെ ഇന്നും നമ്മളത് തിരുത്തുകയാണ്. അതായത് അത് അറബി പേരുള്ള തൊപ്പി വെച്ച, താടി വെച്ച, നീളൻ വസ്ത്രം ധരിച്ച വിഭാഗങ്ങളാണ് വിശ്വാസികളെന്നും അല്ലാത്തവരാണ് അവിശ്വാസികളെന്നുമുള്ള ധാരണയെ നമ്മൾ വീണ്ടും വീണ്ടും തിരുത്തുകയാണ്. അങ്ങനെയല്ല, മനുഷ്യ കുടുംബത്തിൽ 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ്, പ്രവാചകന്മാരെ ജീവിതത്തിൽ പിൻപറ്റി അവര് മുന്നോട്ട് വെച്ച ദൈവിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിൽ എല്ലാ പേര് സ്വീകരിച്ചവരും ഉണ്ടാവും. അറബി ഭാഷയിൽ നിന്ന് പേര് സ്വീകരിച്ചവര്, മലയാള ഭാഷയിൽ നിന്ന് പേര് സ്വീകരിച്ചവര്, മനുഷ്യർ സംസാരിക്കുന്ന എല്ലാ ഭാഷയിൽ നിന്നും പേര് സ്വീകരിച്ചവരുണ്ടാകും. നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാല്, നിലനിൽക്കുന്ന വല്ലാത്തൊരു തെറ്റിദ്ധാരണയെ നമ്മൾ സ്വയം തിരുത്തുവാനും മറ്റുള്ളവർക്ക് അത് തിരുത്തി പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് പേരുകൊണ്ടോ രൂപം കൊണ്ടോ സാധ്യമാകുന്ന ഒന്നല്ല എന്നും അത് കർമ്മം കൊണ്ട് സാധ്യമാകുന്ന ഒന്നാണെന്നുമുള്ള വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആ ഒരു സത്യദർശനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള തെറ്റായ ചിന്ത സമൂഹത്തിൽ സൃഷ്ടിച്ച അകൽച്ചയെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്കും മനുഷ്യർക്കെല്ലാം തന്നെ ആ വസ്തുത ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോ മനുഷ്യരിലെ ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, അവരുടെ ധർമ്മബോധത്തെ കുറിച്ച് പറയുന്നു, അവർ സ്വീകരിക്കുന്ന ജീവിത നിലപാടിനെ കുറിച്ച് പറയുന്നു, ദൈവിക കൽപ്പനയെ പൂർണ്ണമായും മാനിച്ച് ഭൂമിയിൽ ഏത് രൂപത്തിലാണ് അവരുടെ വാസം എന്നുള്ളതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം അതിന് തികച്ചും വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്ന മനുഷ്യരിലെ ഒരു വിഭാഗം. ഇത് ഖുർആന് അല്ലെങ്കിൽ അന്ത്യപ്രവാചകൻ പറയുമ്പോൾ ആ ചേരിയിലുണ്ടായിരുന്ന ആളുകളുടെ പേര് അറബി പേരുള്ളവരായിരുന്നു അന്ന് പ്രവാചകന്റെ മുമ്പിൽ എന്നുള്ളത് ഈ സമയം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അഥവാ ഉമർ, ത്വൽഹ, സുബൈർ അല്ലെങ്കിൽ ഹിന്ദ്, റുഖിയ തുടങ്ങിയെല്ലാം തന്നെ പേരുള്ള അറബി പേരുള്ള തൊപ്പി വെച്ച, താടി വെച്ച, നീളൻ വസ്ത്രം ധരിച്ച സ്ത്രീകളാണെങ്കിൽ
നീളൻ വസ്ത്രം ധരിച്ച് ശരീരം മറച്ച, ഭൂരിപക്ഷം ആളുകളും ശരീരം നന്നായി മറച്ച, തലമറച്ച ഒരു വിഭാഗം തന്നെയാണ് അന്ന് പ്രവാചകന്റെ എതിർപക്ഷത്ത് ധർമ്മ നിഷേധികളായി, സത്യനിഷേധികളായി നിലകൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ നാമമോ രൂപമോ അല്ല മനുഷ്യരെ ഈ രൂപത്തിൽ വേർതിരിക്കുന്നത്, അതിനപ്പുറം അവരുടെ കർമ്മങ്ങളാണ്. അപ്പോ ദൈവത്തിന് കീഴ്പ്പെട്ടവരെന്ന് പറയുമ്പോൾ അത് വിശുദ്ധമായ ചില ഗുണങ്ങളെ സ്വീകരിച്ചവരും ഇന്നത്തെ ലോകത്ത് നമ്മൾ പറയുമ്പോൾ അതിൽ എല്ലാ പേരുള്ളവരുണ്ടാകും. അല്ലെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരാണെങ്കിൽ എല്ലാ പേരുള്ളവരുണ്ടാവും. ഇങ്ങനെയാണ് ഈ പറഞ്ഞു പോകുന്നതിന്റെ വിശാലമായ അർത്ഥവും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യവും ഈ രൂപത്തിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിന് വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നു. അവരോടുള്ള പ്രപഞ്ചനാഥന്റെ സമീപനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു പോകുന്നു. ആ സമീപനത്തെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഒന്നും തന്നെ ഇമാം ഷഅറാബി പറയുന്നത് പോലെ അല്ലാഹു വലം യദ്കുർ മഅഉൽ ഖുലൂദ, ഇവിടെ ഒന്നും സ്ഥായിയായ ശിക്ഷ അവർക്കുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നില്ല. എന്നാൽ സ്ഥായിയായ ഒന്നിനെ കുറിച്ച് പറയുന്നത് സ്വർഗലോകത്തുള്ള മനുഷ്യന്റെ വാസത്തെക്കുറിച്ചാണ്. തന്നെയുമല്ല, ഇവിടെ ശ്രദ്ധേയമായ 2-3 കാര്യങ്ങള്. അദാബ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് ബി സീഗത്തിൽ മുഫ്രദ്, ഏകവചനമായിട്ടാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ജന്നത്ത് എന്ന വാക്കിനെ അള്ളാഹു പ്ലൂറലായിട്ടും ബഹുവചനമായിട്ടും അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ എല്ലാം തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കൂടി അള്ളാഹു പങ്കുവെക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ ദയാവായ്പയെ, അവന്റെ പ്രപഞ്ചത്തിലെ ഉത്കൃഷ്ട സൃഷ്ടി എന്നുള്ള നിലക്ക് മനുഷ്യനോടുള്ള കാരുണ്യ വായ്പയെ ഇവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ച വാക്കുകളെ ഒന്ന് പരിശോധിച്ചാൽ മാത്രം അവിടെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്, റഹ്മത്തിനെ കുറിച്ച്, അവന്റെ ദാസന്മാരോടുള്ള ലുതുഫിനെ കുറിച്ചെല്ലാം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇവിടെ വഅദല്ലാഹി ഹഖ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു ഭാഗമാണ്. വഅദല്ലാഹി ഹഖ വഹുവൽ അസീസുൽ ഹക്കീം. എന്തിനാണ് അള്ളാഹു സ്വർഗലോകത്തെ കുറിച്ച് പറയുമ്പോഴേ വഅദല്ലാഹി ഹഖ, അള്ളാഹുവിൽ നിന്നുള്ള സത്യമായ വാഗ്ദാനമാണ് എന്ന് എന്തുകൊണ്ട് അള്ളാഹു പറയുന്നു? അത് നമ്മൾ മനസ്സിലാക്കേണ്ട, മനുഷ്യൻ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സത്യമായ വാഗ്ദാനമാണ് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവരെ ആണയിട്ട് പറയുന്നു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുകയില്ല. ബല വഅദൻ അലൈഹി ഹഖ, അല്ല, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, സത്യമായ വാഗ്ദാനമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധിക പേരും അത് അറിയാത്തവരാണ്. അവർ ആണയിട്ട്, സൂറത്തുൻ നഹ്ലിലെ ഒരു ആയത്താണത്. വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അല്ലേ? അതായത് ഇലാഹുക്കും ഇലാഹും വാഹിദുൻ, നിങ്ങളുടെ ദൈവം ഏകേശ്വരനാണ്. ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ, അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകളുടെ ഹൃദയം നിഷേധഭാവത്താൽ നിറഞ്ഞാടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവര് ആണയിട്ട് പറയുന്നു ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്,
സത്യം ചെയ്ത് പറയുന്നു, എല്ലാം കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, അള്ളാഹു മരിച്ചോരെ, മരിച്ചു പോയവരെ ജീവിപ്പിക്കുകയില്ല. ബലാ, എന്നാൽ വിഷയം അങ്ങനെയല്ല. വഅദൻ അലൈഹി ഹഖ, അത് അള്ളാഹുവിൽ നിക്ഷിപ്തമായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, പുലരുന്ന വാഗ്ദാനമാണ്, സത്യസന്ധമായ വാഗ്ദാനമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ അധിക പേരും അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ അന്ത്യനാൾ കൊണ്ടുവരുന്നത്? ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി, അതിൽ അഭിപ്രായ ഭിന്നതയിലായ ആളുകൾക്ക് അള്ളാഹു അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി വലിയഅലമല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, നിഷേധികൾ തിരിച്ചറിയാനും ഞങ്ങൾ അവിശ്വാസികളായിരുന്നു, ഞങ്ങൾ അതിൽ നിഷേധികളായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും. ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി വലിയഅലമല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, ഞങ്ങൾ കള്ളമാണ് പറഞ്ഞു പോയത് എന്നവർക്ക് തിരിച്ചറിയുവാനും. അതിനെ അള്ളാഹു ആ ലോകത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നു, ഖുൽ ഇന്നമാ ഖൗലുന, ഖുൽ ഇന്നമാ ഖൗലുന ഇദാ അറദ്നാ ശൈഅൻ അൻ നഖൂല ലഹു കുൻ ഫയകൂൻ, നമ്മുടെ ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചാൽ നാം കുൻ എന്ന് പറയേണ്ട താമസം, അതെല്ലാം ഉണ്ടായിത്തീരുന്നു. അപ്പൊ അള്ളാഹുവിനെ അത് പ്രയാസമുള്ള സംഗതിയല്ല. മറ്റൊരിടത്ത് സൂറത്ത് ഇസ്രായേലിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹ് ഇതെല്ലാം എങ്ങനെയാണ് ഭാരാകുക? കാരണം ആകാശഭൂമികൾ അവൻ സംവിധാനിച്ചില്ലേ, ഇവരെക്കാളും ബലിഷ്ഠമായ അത് ശക്തമായ നിർമ്മിതിയെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുണ്ടാക്കാനാണോ അള്ളാഹുവിനെ പ്രയാസമെന്ന് സൂറത്ത് ഇസ്രായേലിലെ അവസാന ഭാഗത്ത് മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വഅദൻ അലൈഹി ഹഖ, അത് അള്ളാഹുവിൽ നിക്ഷിപ്തമായ സത്യസന്ധമായ വാഗ്ദാനമാണ്, പുലരുന്ന വാഗ്ദാനമാണ് എന്ന് പറയുന്നു. അപ്പൊ മനുഷ്യനോടാണിത് പറയുന്നത്. മനുഷ്യൻ പലപ്പോഴും വാഗ്ദാനം ലംഘിക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അങ്ങനൊന്നും അല്ലട്ടോ അള്ളാഹുവിന്റെ വാഗ്ദാനം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മനുഷ്യർ പൊതുവെ വാഗ്ദാനം ലംഘിക്കുന്നവരാണ്. അപ്പൊ അവന്റെ ഒരു എല്ലാത്തിനും നിഷേധഭാവം പുലർത്തുന്ന, വാഗ്ദാനങ്ങളെ ലംഘിക്കുന്ന മനുഷ്യൻ, അവന് കേൾക്കുന്ന ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ അത് വെറും പേടിപ്പെടുത്തലാണ് എന്നുള്ള ഒരു തോന്നലില് അതൊന്നും പുലരുന്നതല്ല എന്ന് അവൻ പറയുന്നു. ഇന്ന് പുതിയ ലോകത്തതാണ്, അതിൽ വെറും മനുഷ്യരെ പേടിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. വെറുതെ പേടിപ്പിച്ച് മനുഷ്യൻ എന്താക്കുകയാണ്, അവനെ കൊണ്ട് നിർബന്ധപൂർവം ചിലതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. പുതിയ ലോകത്തുള്ള സംസാരങ്ങളും ഈ വചനങ്ങളെല്ലാം ഇറങ്ങിയ സമയത്തുള്ള മനുഷ്യരുടെ ജൽപ്പനങ്ങളും ഒന്നാണ്, അന്നും ഇന്നെല്ലും ഒന്നാണ്. പക്ഷെ അള്ളാഹു ഹക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനുഷ്യരോട് നടത്തുന്ന വാഗ്ദാനങ്ങളെ നിങ്ങൾ ലംഘിക്കുന്നവരാണ്. ആ ലംഘിക്കുന്ന സ്വഭാവമുള്ള നിങ്ങൾ ഇതെല്ലാം വെറും പാഴ് സ്വപ്നങ്ങളാണ് എന്നും, അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ നമ്മെ പേടിപ്പിക്കുന്നതാണെന്നുമുള്ള നിങ്ങളുടെ ജൽപ്പന മാറ്റിവെച്ചേക്കൂ. അത് നിർബന്ധമായി പുലരുന്നതാണ്. അത് നിങ്ങളോട് ആ ലോകത്തെക്കുറിച്ച് പറയുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗദീശ്വരനാണ്, ഒന്നും തന്നെ ലംഘിക്കാത്ത ജഗദീശ്വരനാണ്, അള്ളാഹുവാണ് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് വഅദൻ അലൈഹി ഹഖ എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അത് ചിന്തിക്കേണ്ട, നന്നായി ഉറ്റ് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഇതിന് ശേഷമാണ് വീണ്ടും അള്ളാഹുവിന്റെ അളമത്തിന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. എന്താണ്? ഖലഖസ്സമാവാതി, അവൻ വാനലോകങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. അല്ലേ? ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾ കാണുന്ന
തൂണുകളൊന്നുമില്ലാതെ വാനലോകങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. വാൽഖാഫിൽ അർളി, തന്നെയുമല്ല ഭൂമിയിൽ അവൻ നാട്ടി. എന്ത്? വാൽഖാഫിൽ അർളി റവാസിയ, ബലിഷ്ഠമായ പർവ്വതങ്ങളെ അള്ളാഹു നാട്ടി. അൻതമീത ബിക്കും, ഭൂമി ഇളകാതിരിക്കാൻ, നിങ്ങളെ തൊട്ട് ഭൂമി ചലിച്ചു പോവാതിരിക്കാൻ അവന് ഭൂമിയിലെ പർവ്വതങ്ങളെ നാട്ടി. ധാപത്തിൻ, എല്ലാ ജീവജാലങ്ങളെയും അവൻ അതിൽ പരത്തി. അൻസല മിനസ്സമാഇ മാഅൻ, തന്നെയുമല്ല വാനലോകത്തിൽ നിന്ന്, നിങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചു. ഫഅംബത്നാ ഫീഹ, എന്നിട്ട് അള്ളാഹു അതിൽ മുളപ്പിച്ചു. മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ മഹത്തരമായ സൃഷ്ടികളെയും ഇണകളെയും അള്ളാഹു എന്താക്കി? അതിൽ മുളപ്പിക്കുകയും ചെയ്തു. എല്ലാ വസ്തുക്കളെയും അള്ളാഹു അതിൽ മുളപ്പിക്കുകയും ചെയ്തു. ഇവിടെ കുറെ കാര്യങ്ങളെ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. എന്തൊക്കെയാണത്? നമ്മള് വളരെ സൂക്ഷിച്ച് അള്ളാഹു ഉപയോഗിച്ച വാക്കുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ വളരെ നന്നായി ശ്രദ്ധാപൂർവം വായിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു ആയത്ത് അള്ളാഹുവിന്റെ അളമത്തിനെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തിരിയും. ഇവിടെ മരണാനന്തര ജീവിതം സത്യമായി പുലരുന്ന ഒന്നാണെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ ആകാശങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോ ഇമാം ഷാറാവി പറയുന്നത് പോലെ ആകാശങ്ങൾ എന്നുള്ളത് കൊണ്ട് അള്ളാഹു മുകളിലുള്ള ഏതൊന്നും എന്നൊരു അർത്ഥമുണ്ട്. നിങ്ങളുടെ മുകളിലുള്ള എല്ലാമാണ് ആ വാക്ക്. അതുകൊണ്ട് ഭാഷാപരമായിട്ട് അതിനെ അങ്ങനെയാണ് കൊല്ലുമാലാക്ക, നിന്റെ മുകളിലുള്ള ഏതൊന്നും അത് വാനലോകമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അസ്സമാ ഫിൽ ലുഗത്തി, ഭാഷയിൽ സമാ എന്ന വാക്കിന്റെ അർത്ഥം ഔന്നിത്യമുള്ള ഏതൊന്നുമാണ്. കുല്ലുമാലാക്ക, നിനക്ക് മുകളിലുള്ള ഏതൊന്നും ആകാശമാണ്, അല്ലെങ്കിൽ വാനലോകമാണ് എന്നാണ് ആ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോ ഇവിടെ അള്ളാഹു ഖലഖ സമാവാത്തി, വാനലോകങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ബിഗൈരി അമദിൻ തറൗനഹ. അപ്പൊ തറൗനഹ എന്ന് പറഞ്ഞാല് അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെങ്കിൽ അത് ഇമ്മാഹിയ ഫിഅലൻ ബിഗൈരി അമദി, തൂണേ ഇല്ല. അല്ലെങ്കിലോ ഔലഹ, അതിന് തൂണുണ്ട്, ലാക്കിൻ ലാ നറാഹ, നമ്മളത് കാണുന്നില്ല. അപ്പൊ ഇവിടെ അതിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഒന്നില്ലെങ്കിൽ തൂണേ ഇല്ല, അല്ലെങ്കിൽ തൂണുണ്ട്, നമ്മളത് കാണുന്നില്ല. അപ്പൊ തൂണുണ്ട്, നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ശരിയായ അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പൊ മനുഷ്യന്റെ പൊതുവെയുള്ള അവന്റെ അതിനെക്കുറിച്ചുള്ള അവന്റെ പഠനം അതൊരു ജാതിബീയത്തിന്റെ അഥവാ ഗുരുത്വാകർഷണം മൂലം ഇതെല്ലാം നിന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് മനുഷ്യന്റെ പരിമിതമായ അറിവിൽ അവൻ പറഞ്ഞു വെക്കുന്ന ഒന്നാണ്. ഈ ഭൂമി എന്ന് പറയുന്ന ഭൂമിക്ക് ഒരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട് എന്നാണല്ലോ മനുഷ്യർ പറയുന്നത്. കാരണം അവൻ അങ്ങനെ പറയേണ്ടതുണ്ട്. ഏതൊന്നും അതിനെ താങ്ങി നിർത്തുന്ന ഒന്ന് ആവശ്യമാണ് എന്നുള്ള മനുഷ്യന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അത്തരത്തിലുള്ള വാക്കുകൾ അവൻ പറയുന്നത്. അതിന് സാങ്കല്പിക അച്ചുതണ്ടുണ്ട്. ഇവിടെ ഭൂമിയെ കൂടാതെ മറ്റു ഗ്രഹങ്ങൾ നമുക്ക് മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് തട്ടാതെ പരസ്പരം ഏറ്റുമുട്ടാതെ അതിന്റെ ഭ്രമണപഥത്തിൽ കണിശമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്?
ഇതൊന്നും വെറുതെ അങ്ങ് ഇപ്പതാ നമ്മൾ ഇന്നിപ്പോ സമയം പറഞ്ഞിരിക്കുകയാണ്. ഇതാ ഇത്ര സമയത്താണ് നമ്മുടെ ക്ലാസ് നടക്കുക. ഇതെല്ലാം മനുഷ്യന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? വസഖറല്ലൈല വന്നഹാറ, അള്ളാഹു രാവിനെയും പകലിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി. കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാല് അതൊന്നും ഗൈബിയായ ഒരു ലോകത്തെ കുറിച്ചുള്ള വിഷയങ്ങളല്ല എന്ന് ഇമാം തന്നെ ഷാറാവി തന്നെ പറയുന്നത് പോലെ, നന്നായി മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ പ്രപഞ്ചത്തിന്റെ അഗാധതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ബൃഹത്തായ കുറെ കണിശമായ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ മനുഷ്യൻ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. വസഖറൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ വന്നുജൂമു മുസഖറാത്തും ബി അംരിഹി, എല്ലാ ഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന മൂലം അത് കണിശമായി അത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഖിലൂൻ, നല്ല ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. സൂറത്ത് നഹ്ലിലെ തന്നെ തുടക്കത്തിലെ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. വഅൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു വാനലോകത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. അൻസല മിനസ് സമാഇ മാഅൻ മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ആയത്ത് വസഖറൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ വന്നുജൂമു മുസഖറാത്തും ബി അംരി ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഖിലൂൻ വമാ ദറഅ ലക്കും ഫിൽ അർളി മുഖ്തലിഫൻ അൽവാനു ഇന്ന ഫീ ദാലിക ലആയത്തിൽ ലിഖൗമി യദ്ദക്കറൂൻ. എന്തൊരു മനോഹരമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ അള്ളാഹു എങ്ങനെയൊക്കെയാണ് ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത് എന്നും ഏതെല്ലാം തരത്തിലാണ് അള്ളാഹു അവന്റെ ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യരോട് കരുണ കാണിച്ചിരിക്കുന്നതെന്നും അള്ളാഹു പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അള്ളാഹു പറയും ഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ, നിങ്ങൾക്ക് ശുദ്ധമായ മാംസം ഭക്ഷിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് കടലിനെയും കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് പറയാണ്. അപ്പൊ അവിടെ അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ലഹമൻ ത്വരിയ്യ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹ, അതിൽ നിന്ന് പവിഴങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, പവിഴങ്ങളെ കൊണ്ടാണ് അതിനുശേഷം അത് ഉപയോഗിച്ച് എന്തെല്ലാം ആഭരണങ്ങളാണ് മനുഷ്യരുണ്ടാക്കുന്നത്. വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹ വതറൽ ഫുൽക മവാഖിറ വതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലക്കും തഷ്കുറൂ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവന മാർഗം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടും അള്ളാഹു ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷവും ഈ ആയത്തിലുള്ളതുപോലെ അള്ളാഹു പറയുന്നുണ്ട് വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വഅൻഹാറൻ വസുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ. അള്ളാഹു തന്നെയുമല്ല, ഇത് ഇളകിപ്പോവാതിരിക്കാൻ, നിങ്ങളെ കൊണ്ട് ചാഞ്ഞു പോവാതിരിക്കാൻ അള്ളാഹു അതിൽ പർവ്വതങ്ങളെ ആഴത്തിൽ നാട്ടിയിരിക്കുന്നു. വഅൽഖാ ഫിൽ അർളി റവാസിയ, റവാസിയ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ വേരുള്ള ഒന്നിനാണ് റാസിയത്ത് എന്ന് പറയുന്നത്. വേരുള്ള, എത്ര കണ്ട് മുകളിലേക്കുണ്ടോ അത്ര കണ്ട് താഴ്ഭാഗത്തേക്കും അതിന്റെ വേരുകളുണ്ട്. അത് വെറുതെ അങ്ങ് നിർത്തിയിരിക്കുന്നതല്ല, അടിയിൽ ആഴത്തിൽ അതിന് വേരുകൾ സൃഷ്ടിച്ച് ആഴത്തിൽ അതിനെ നാട്ടിവെച്ചുകൊണ്ടാണ് അതിനെ അള്ളാഹു അതിനെ ഉയർത്തിയിരിക്കുന്നത്. അതിനാണ് റാസിയത്ത് എന്ന് പറയുന്നത് അറബിയിൽ. അസാബിതത്തുൽ മുത്തസിലത്തു ബിൽ അർളി, ആഴത്തിൽ ഭൂമിയുടെ ആഴിയിലേക്ക് അതിന്റെ വേരുകൾ കൊണ്ടുപോയി അവിടെ ശക്തമായി അതിനെ അള്ളാഹു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയും സൂറത്ത് നഹ്ലിലും ഇതുപോലെ അള്ളാഹു പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വഅൻഹാറൻ, നദികളെ, പുഴകളെ, വസുബുലൻ, വഴികളെ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങളുടെ ലക്ഷ്യം പ്രാപിക്കുവാനായി
അള്ളാഹു അതും നിങ്ങൾക്ക് നാട്ടിയിരിക്കുന്നു, അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖലഖ സമാവാതി വൽ അർള ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞത്? ഇവിടെ മനുഷ്യന് ഭൂമിയിൽ വന്ന് ചുറ്റും നോക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ. അവനിലെ ആരും തന്നെ അവനാണ് എല്ലാത്തിനെയും നിഷേധിക്കുന്നവൻ. എല്ലാം എന്റെ കഴിവ് മൂലമാണ് എന്ന് വാദിക്കുന്നവനാണ്, എനിക്കാണ് കഴിവെന്ന് പറയുന്നവനാണ്. ഇവിടെ ഈ ജീവിതം മരണം എല്ലാം തന്നെ അതെല്ലാം ഇവിടെയുള്ള കുറെ കളികളാണ്, അതെല്ലാം സ്വയംഭുവായി ഉണ്ടായതാണ്. ജീവിതെല്ലാം തന്നെ ഒരു കളി വിനോദമാണ്. ഇൻഹിയ ഇല്ല ഹയാത്തുന ദുന്യാ നമൂതു വനഹിയ വമാ യുഹ്ലികുന ഇല്ല ദഹർ. കാലത്തിന്റെ കളികളാണ് ഈ ജീവിതവും മരണവും എന്നെല്ലാം പറയുന്നത്. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പൊന്നും ഇല്ല എന്ന് പറയാൻ എവിടെ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ഇത് പറയുന്നത്, ഇതിനെ നിഷേധിക്കുന്നത്? അവന് അവന്റെ ഒരു ഇടപെടലുമില്ലാതെ ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഇന്നേ വരെ ഒരു മനുഷ്യനും വന്നിട്ട് ഞാനാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ഞാനാണ് ഇതിനെ കണിശമായ സമയത്തിനുള്ളിൽ ചലിപ്പിക്കുന്നത്, ഞാനാണ് അതിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന 8 നമ്മൾ പഠിച്ചതുപോലെ 9 പുതിയ ലോകത്തുള്ള കുട്ടികൾ പഠിക്കുന്നത് പോലെ 8 ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സംവിധാനിച്ചിട്ടാണ്. അത് അല്ലെങ്കിൽ എന്റെ കഴിവ് മൂലമാണ്. ഇവിടെ ഞാനിതാ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിരിക്കണു, ഞാനിതാ മൊബൈൽ സംവിധാനിച്ചിരിക്കണു, മനുഷ്യനിതാ അവന്റെ ടെക്നോളജിയുടെ ഉത്തംഗ അവസ്ഥയിലേക്ക് അവൻ എത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്നവനെ, മനുഷ്യനെ, അഹങ്കരിക്കുന്ന മനുഷ്യനെ, അവൻ ഈ സംവിധാനങ്ങളെല്ലാം അതിന്റെ ക്രമത്തിൽ ചലിപ്പിക്കാനും അതിനെ ഉപയോഗിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രാപഞ്ചിക വ്യവസ്ഥിതി ഇവിടെ വെച്ചതും ഞാനാണ് എന്ന് അവന് പറയാൻ പറ്റണം. ഇവിടെ പ്രകാശമുണ്ട്, പ്രകാശത്തെ അതിലെ വ്യത്യസ്തങ്ങളായ റേകളുണ്ട്, രശ്മികളുണ്ട്, അതിനെല്ലാം തന്നെ അവൻ അവൻ്റെതായിരിക്കുന്ന ഭൗതിക സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ മനുഷ്യൻ നിർമ്മിച്ചതാണെന്നോ അല്ലെങ്കിൽ മനുഷ്യരിലെ ഇത്തരത്തിലുള്ള അഹങ്കാരികൾ വന്നുകൊണ്ട് ഞാനാണ് ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത് എന്നോ പറയാൻ പറ്റണം, അല്ലെങ്കിൽ പറയണം. അങ്ങനെ ആരും പറയുന്നില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അതിനെക്കുറിച്ച് മുഫസ്സിരികൾ പറയും ഷഹാദത്തു ദാത്തി ലിദ്ദാത്തി എന്ന് പറയും. അള്ളാഹു തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവൻ സ്വയം തന്നെ അതിന് സാക്ഷിയാകുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ആരുമില്ല ഇവിടെ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒന്നിനെ, അതിനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകിയ ബുദ്ധിയെ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ തന്നെ നിങ്ങളിലുള്ള ഇടപെടലിനെ, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിന്റെ അളമത്തിനെ നിങ്ങൾ തന്നെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് നൽകിയ ആ കഴിവിനെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് മനുഷ്യൻ ചിന്തിക്കണില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ച ഒന്നിനെ അതിനെ പല രൂപത്തിലേക്ക് മാറ്റുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അല്ലാതെ അവൻ എന്തൊക്കെയോ ഇതെല്ലാം തന്നെ അവൻ തന്നെ നിർമ്മിച്ചു വെച്ച ഒന്നിൽ നിന്ന് അവൻ എടുത്തുകൊണ്ട് ഉപയോഗിക്കല്ല. ഉള്ള ഒന്നിനെ വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റി, രൂപഭാവങ്ങളിലേക്ക് മാറ്റി, അതിനെ അവനിച്ഛിക്കുന്ന തലത്തിലേക്ക് അവന് നൽകിയ ബുദ്ധി കൊണ്ട് ഇത് റബ്ബിന്റെ ദാനമാണ്, ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവിന് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്? അവൻ ഇതിനെ ആ രൂപത്തിലേക്കും അവൻ ഇച്ഛിക്കുന്ന കുറെ രൂപത്തിലേക്ക് ഇവിടെ ഉള്ള ഒന്നിനെ മോഡിഫൈ ചെയ്ത് മാറ്റുക മാത്രമാണ് അവൻ ചെയ്യുന്നത്. അവിടെയും അഹങ്കാരിയായി നിൽക്കുന്നു. അപ്പോ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതാ വാനലോകങ്ങളെ സൃഷ്ടിച്ചിരിക്കണോ? ഇത് നിങ്ങളാണോ? ആരാണ് ഇതെല്ലാം സംവിധാനിച്ചത്? നിങ്ങളിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാനാണിത് സംവിധാനിച്ചതെന്ന്? ഇല്ല, നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പോ
ഇവിടെ ഒരു ഏക മഹാശക്തിയുണ്ട്. ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദല്ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. ഇസ്രായേലിലെ ഒരു ആയത്താണ്. അങ്ങനെ അള്ളാഹുവിനോടൊപ്പം ഏതെങ്കിലും പങ്കാളികൾ ഉണ്ടെങ്കിൽ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പടച്ച തമ്പുരാന്റെ അളമത്തിന് ബോധ്യപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവീക നാമങ്ങളെ ചാർത്തിക്കൊടുത്തുണ്ടാക്കിയ നിങ്ങൾ ആരാധ്യരെന്ന് നിങ്ങൾ ധരിക്കുന്ന വസ്തുക്കളോ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിലേക്ക് അവര് വഴികൾ തേടി കണ്ടെത്തുമായിരുന്നു, മാർഗങ്ങൾ തേടുമായിരുന്നു. അങ്ങനെ ഒരാളുമില്ല, ആരുമില്ല ഇവിടെ. നിങ്ങളോ നിങ്ങളുടെ കൂട്ടാളികളോ ഇല്ല. നിങ്ങൾ കൂട്ടാളികളാണെന്ന് പറയുന്നവരിട്ടോ അവരോ ഇല്ല. എന്തുകൊണ്ട്? വമാ അശ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുളില്ലീന അദുദ. ഇത് നമ്മൾ മുമ്പ് കുറച്ച് വിശാലമായിട്ട് വിശദീകരിച്ചു പോയിട്ടുണ്ട് ഈ ഒരു വചനത്തെ. സൂറത്ത് കഹ്ഫിലെ ഒരു ആയത്താണ്, നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതണം. ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ അതിന്റെ സൃഷ്ടിപ്പാവട്ടെ, അവകളുടെ സൃഷ്ടിപ്പാവട്ടെ, അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെ സൃഷ്ടിപ്പിനാകട്ടെ, നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. വമാ അശ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടേതാവട്ടെ അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്ന സൃഷ്ടിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാവട്ടെ, അതിലൊന്നും തന്നെ നാം നിങ്ങളെ സാക്ഷികളാക്കിയിട്ടില്ല. വഴി പിഴപ്പിക്കുന്നവരെ നാം ഒരിക്കലും സഹായികളായി സ്വീകരിക്കുന്നവനുമല്ല. അപ്പൊ പലപ്പോഴും മനുഷ്യൻ നിഷേധം കൊണ്ട് മനുഷ്യരെ വഴി പിഴപ്പിക്കുന്നവനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈശ്വരനില്ല എന്നുള്ളതല്ല, ദൈവമില്ല എന്നുള്ളതല്ല, മരണത്തിന് ശേഷം ജീവിതമില്ല എന്നുള്ള അവന്റെ വാദമാണ്. ഭൂരിപക്ഷ മനുഷ്യരും ഈശ്വര സത്യത്തെ ഹൃദയം കൊണ്ട് ഏറ്റു സമ്മതിക്കുന്നവരാണ്. നമ്മളിത് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒരു ഉണർത്തലായി ഇത്തരം വചനങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോൾ അതിലൂടെ നമ്മൾ ഒന്നിങ്ങനെ വീണ്ടും അത് പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. ഹൃദയം കൊണ്ട് സമ്മതിക്കുന്നവരാണ്. പക്ഷേ അത് പ്രതിസന്ധികൾക്ക് മുമ്പിലാണ് അത്തരത്തിലുള്ള മനുഷ്യന്റെ ആ ഏറ്റുസമ്മതം നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അധിക ആളുകൾ അത് കഴിഞ്ഞാല് അവൻ ആ സത്യത്തെ വിളിച്ചിട്ടില്ല എന്ന മട്ടിൽ നടന്നു പോകുകയും ചെയ്യും. അപ്പൊ മനുഷ്യൻ എന്ന സൃഷ്ടി എന്നുള്ള നിലക്ക് സൃഷ്ടാവിനെ മനുഷ്യൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ അവന്റെ കർമ്മതലത്തിലാണ് അവൻ 3 തരത്തിലായി വിഭജിക്കപ്പെടുന്നത്. ഒന്ന്, ഉണ്ടെന്ന് പറയുന്ന ഭൂരിപക്ഷ മനുഷ്യർ. അവര് ഉണ്ടെന്ന് പറയുകയും എന്നാൽ ആ സത്യത്തിന്റെ മഹത്വം അറിയാതെ, അവന്റെ അളമത്തിന് ബോധ്യപ്പെടാതെ, ആ ശക്തിക്ക് മാത്രം വകവെച്ച് നൽകേണ്ട നാമങ്ങളെ അവന്റെ കൈകളെ കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾക്കോ അല്ലെങ്കിൽ അവനെപ്പോലെയുള്ള കണിശമായ സമയത്തിനുള്ളിൽ ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യർക്കോ വെച്ചുകൊടുത്ത് അവൻ വല്ലാതെ അജ്ഞനായി മാറും. മറ്റൊരു വിഭാഗം അവന്റെ ഹൃദയം ആ സത്യത്തെ നിരന്തരം തിരിച്ചറിയുമ്പോഴും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഇതിൽ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇതിൽ ഉണ്ടല്ലോ ഇവിടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവന്റെ ഉള്ളിൽ ആ സത്യത്തെക്കുറിച്ച് ആ ചിന്തയില്ലെങ്കിലും ആ സത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നിലനിൽക്കുന്നുണ്ട്. എന്നാലും വായ കൊണ്ട് ആ സത്യത്തെ നിഷേധിച്ചു കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം പ്രപഞ്ചത്തിലേക്ക് നോക്കും. നാം ഈ പറഞ്ഞതുപോലെ ഇവിടെ മനുഷ്യൻ ഉദ്ഭവം കൊള്ളുന്നതിന് മുമ്പേ ഇവിടെ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവന് വേണ്ടി, അവന്റെ ജീവിത താളത്തിന് വേണ്ടി ഇവിടെ ഈ ഭൂമി, അത് അവൻ അറിയാം, ഇതൊന്നും തന്നെ ഏതെങ്കിലും ഒരു അച്ചുതണ്ടിൽ
വളരെ ബലിഷ്ഠമായി നിന്ന് കറങ്ങുകയല്ല എന്ന് നമുക്കറിയാം. അവന്റെ വാദത്തിൽ തന്നെ സാങ്കല്പിക അച്ചുതണ്ടിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പൊ ഇത് അവനെ കൊണ്ട് ഇളകിപ്പോവാതിരിക്കാൻ ഇവിടെ ഒരു ബലിഷ്ഠമായ ഒരു സംവിധാനം നിലകൊള്ളുന്നുണ്ട്. ആകാശഭൂമികളിലേക്ക് നോക്കിയിട്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഞങ്ങൾ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് ഹൃദയാഴിയിൽ നിന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ. ഇങ്ങനെ 3 വിഭാഗമാണ് മനുഷ്യരിൽ. ഇതിൽ എല്ലാ പേരും എല്ലാ കോലുള്ളവരും ഉണ്ടാവും കേട്ടോ. നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാലത്താണ്, അത് പറയേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇവര് മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്ന് ഇവര് പറയുന്നു. അതൊരു ബഹുസ്വര സമൂഹത്തിൽ ശരിയല്ല. അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്നില്ല. അതങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് മതവാദത്തിന്റെയും വർഗവാദത്തിന്റെയും ചില അപകടകരമായ ഒന്നാണ്. പക്ഷെ പ്രവാചകന്മാർ അങ്ങനെ പറയില്ല. മനുഷ്യരിൽ ഒരു വിഭാഗം സ്വർഗത്തിലുണ്ടാവും, മനുഷ്യരിൽ ഒരു വിഭാഗം നരകത്തിലുണ്ടാവും. അത് മനുഷ്യരിൽ ദൈവത്തെ നന്നായി ഉൾക്കൊണ്ട് അവന്റെ ഏകത്വത്തെ ബോധ്യപ്പെട്ട് അവന്റെ അളമത്ത് തിരിച്ചറിഞ്ഞ് ഭൂമിയിൽ അവനെ ഭയപ്പെട്ട് പ്രവാചകന്മാരെ പിൻപറ്റി വിശുദ്ധരായ പ്രവാചകന്മാരിലൂടെ മനുഷ്യ കുടുംബത്തിന് അവതരിപ്പിച്ച പക്ഷപാതിത്വമില്ലാത്ത മാനവിക ബോധം ഏറ്റവും നന്നായി നിലനിൽക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള നിയമ സംവിധാനങ്ങളെ, നിയമരേഖയെ, ജീവിത ചിട്ടകളെ വേദവെളിച്ചത്തിൽ പിൻപറ്റുന്ന ഒരു വിഭാഗം. അവൻ ആരോ ആവട്ടെ, അവന് ദൈവം സ്വർഗം നൽകും. എന്നാൽ ഇതിന് വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി കള്ളങ്ങൾ പറഞ്ഞ്, നുണ പറഞ്ഞ്, പക്ഷപാതിത്വം പുലർത്തി, മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച് ഈ ലോകം മാത്രമാണ് ജീവിതമെന്ന് ധരിക്കുന്ന ഒരു വിഭാഗം. അവൻ അറബി പേരുള്ളവനാവാം, അവന് മലയാള പേരുള്ളവനാവാം, ഏത് ഭാഷയിൽ നിന്ന് പേര് സ്വീകരിച്ചവനാകാം. അവൻ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ, അവർക്ക് ആ അപകടത്തിന് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇതിനെ ഇളകാത്ത രൂപത്തിൽ ആഴിയിൽ വേരുകൾ നാട്ടിക്കൊണ്ട് പർവ്വതങ്ങളെ സംവിധാനിച്ച പ്രപഞ്ചനാഥൻ അവന് ശിക്ഷ നൽകും. അവൻ ആരോ ആവട്ടെ. അതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു നിങ്ങളുടെ ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത തൂണുകളെ കൊണ്ട് അള്ളാഹു ഇതിനെ നാട്ടിയിരിക്കുന്നു. ഇതിനെ അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് അള്ളാഹു പറയുന്നുണ്ട് അല്ലേ? അള്ളാഹു ആകാശങ്ങളെ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നിഹി, അവന്റെ കൽപ്പന കൂടാതെ ഭൂമിയിൽ വീണു പോവാത്ത വിധം വാനലോകത്ത് അള്ളാഹു പിടിച്ചു വെച്ചിരിക്കണു. ഭൂമിക്ക് മുകളിൽ വന്നുകൊണ്ട് എന്തൊക്കെയാണ് മുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ വാനങ്ങളുടെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ, അതിന്റെ ലെയറുകളിൽ എന്തൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ്? മനുഷ്യൻ വസിക്കുന്ന ഒന്നിനേക്കാളും അതിപ്രവിശാലമായ ഗ്രഹങ്ങൾ അവന്റെ തലക്ക് മുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ തെറ്റാത്ത ഒരു അണു പിഴക്കാതെ തെറ്റാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഇതിനെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷികളെ കുറിച്ച് പറയുന്നിടത്തും അത്തരത്തിലുള്ള ഒന്ന് അള്ളാഹു പറയുന്നുണ്ട്. അലം തറ ഇലത്വൈരി മുസഖറാത്തിൻ ഫി ജവ്വിസ്സമായി മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. ദൈവിക കൽപ്പനക്ക് വിധേയമായിക്കൊണ്ട് വായുവിൽ വാനലോകത്ത് പറക്കുന്ന പക്ഷികളെ അവൻ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് നന്നായിട്ട് പഠിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽപ്പെട്ട, അള്ളാഹുവിന്റെ മഹാ കഴിവിൽപ്പെട്ട, ഇടപെടൽപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അള്ളാഹു പറയാണ്. ഇതെല്ലാം ഇവിടെ മനുഷ്യന് അതിന് അവൻ്റെതായിരിക്കുന്ന രൂപത്തിലുള്ള ചില കാന്തിക വലയങ്ങളെന്നോ അല്ലെങ്കിൽ നാം ഈ പറയുന്നത് പോലെ ചില സാങ്കല്പിക അച്ചുതണ്ടുകളെന്നോ അല്ലെങ്കിൽ ഗുരുത്വാകർഷണമെന്നോ അങ്ങനെ വ്യത്യസ്തങ്ങളായ വാക്കുകളെ കൊണ്ട്
അവന് ബോധ്യപ്പെടുന്ന, അവന് പിന്നെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒന്നുകൊണ്ട് അവനത് പറയുന്നു. എന്നാൽ അള്ളാഹു അതിനപ്പുറം എങ്ങനെയൊക്കെയാണ് ഈ ലോകങ്ങളെ അള്ളാഹു ഇവിടെ തെറ്റാതെ പിഴക്കാതെ അതിനെ നിങ്ങൾക്ക് മുകളിൽ വന്ന് ആപ്പതിക്കാത്ത രൂപത്തിൽ എങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു അവന്റെ മഹാകുദറത്തിനെ വെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളതൊന്നും തന്നെ മനുഷ്യന് പിന്നെ ചോദിക്കാനുള്ള പിന്നെ അവന്റെ ചിന്താപരമായ അവന്റെ വൈകല്യം വെച്ചുകൊണ്ട് ചോദിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. പടച്ച തമ്പുരാനെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കുദറത്തിന് വേണ്ടി അവൻ അതിനെ വിട്ടുകൊടുക്കുന്നു എന്ന് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. അപ്പൊ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനറിയാത്ത, അവന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ മഹാസംവിധാനങ്ങൾ അള്ളാഹു ഇതിന്റെ ഉള്ളിലൂടെ അവന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ. അപ്പൊ ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അവൻ പർവ്വതങ്ങളെ അള്ളാഹു നാട്ടിയിരിക്കുന്നു. എന്തിനാണ് അതിന് നാട്ടിയിരിക്കുന്നത്? അൻ തമീദബിക്കും, അത് നിങ്ങളെ കൊണ്ട് നീങ്ങിപ്പോവാതിരിക്കാനേ. അപ്പോ ഭൂമി എന്നുള്ളത് അത് സ്വയം ഉറച്ചു നിൽക്കുന്ന ഒന്നല്ല എന്ന് ഈ ഒരു ആയത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്, അല്ലേ? ഭൂമി എന്നുള്ളത് അത് സ്വയം ഉറച്ച ഒന്നല്ല, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് ആ പറയുന്നത്. ഭൂമി എന്നുള്ളത് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? അവിടെ അത് നിങ്ങളെ കൊണ്ട് വല്ലാതെ നിങ്ങളുടെ ജീവിത സ്വസ്ഥതക്ക് ഭംഗം വരുന്ന രൂപത്തിൽ അത് നിങ്ങളെ കൊണ്ട് ഇളകി മറിയാതിരിക്കാൻ അള്ളാഹു അവിടെ പർവ്വതങ്ങളെ നാട്ടിയിരിക്കുന്നു. അപ്പൊ ഭൂമി അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കറക്കം നിങ്ങൾക്ക് ഒരു ജീവിതത്തിന് താളം നൽകുന്ന രൂപത്തിലാക്കാൻ അള്ളാഹു അതിനെന്താക്കിയിട്ടുണ്ട്? അവിടെ പർവ്വതങ്ങളെ കൊണ്ട് അതിനെ ക്രമാതീതമാക്കിയിട്ടുണ്ട്. വതറൽ അർള ലെ തഹ്സബുഹ ജാമിദത്തൻ വഹിയ തമുറു മർറ സഹാബി. പർവ്വതങ്ങൾ അത് ഉറച്ചു നിൽക്കുന്നതായിട്ട് നിനക്ക് തോന്നും. വഹിയ തമുറു മർറ സഹാബി, എന്നാല് അത് തന്നെ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ശീഘ്രമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയും. അതിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് തിരിയാത്തെന്നുള്ളതാണ്, മനുഷ്യൻ എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാത്തതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വിൻഡ് മില്ല് കണ്ടിട്ടില്ലേ? നമ്മളുടെ ദൃഷ്ടിയിൽ എങ്ങനെ കറങ്ങണത്? ഒരു ചെറിയ ഫാന് കറങ്ങണ പോലെയാണോ അത് കറങ്ങണത്? അല്ല. അതിന്റെ ലീഫിന്റെ ആ വിസ്തൃതി അനുസരിച്ച്, അതിന്റെ വലിപ്പം അനുസരിച്ച് നമ്മളെ ദൃഷ്ടിയിൽ അത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കറങ്ങുന്നത് പോലെയാണ്, ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നുക. അപ്പൊ നമ്മുടെ ദൃഷ്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്ന് അത് എത്ര കണ്ട് ചെറുതാകുന്നുവോ അതിന്റെ ചലനം ശീഘ്രമായിരിക്കും. അത് വലുതാകുന്നതിനനുസരിച്ച് അതിന്റെ ചലനം വളരെ സ്ലോ ആയിട്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇതിനെ ഇതുപോലെ തന്നെ അതിശീഘ്രമായിട്ട് അത് ചലിക്കുന്നുണ്ട്. അത് വളരെ ശീഘ്രമായിട്ട് ചലിക്കുന്നുണ്ട് അത്. പക്ഷെ അത് നമുക്ക് അതിന്റെ ആ ലീഫിന്റെ വിസ്തൃതി കൊണ്ടാണ് അത് പതുക്കെ ഇങ്ങനെ കറങ്ങി തോന്നുന്നത്. അപ്പൊ അത് ഒന്നും കൂടി വലുതായാലോ, വീണ്ടും വലുതായാലോ? ഇപ്പൊ നമ്മൾ മനുഷ്യൻ നാട്ടിയ ഒന്നിനേക്കാളും വലുതായിട്ട് അവനതിനെ സൃഷ്ടിച്ചാലോ, ഉണ്ടാക്കിയാലോ? വളരെ ചെറിയ രൂപത്തിലാണ്. എന്നാലും മനുഷ്യന് പരിധി ഉണ്ട്. പിന്നെ അത്തരത്തിലുള്ള അവന്റെ ദൃഷ്ടി നോക്കുമ്പോൾ ആ ദൃഷ്ടിക്ക് അപ്പുറം നിൽക്കുന്ന രൂപത്തിൽ അതിനെ സംവിധാനിക്കാൻ മനുഷ്യന് പരിധിയുണ്ട്, മനുഷ്യന് കഴിയൂല. അപ്പൊ കണ്ണിന്റെ പരിധിയിൽ ഭൂമി എന്ന് പറയുന്നത് അതിവിസ്തൃതമായ ഒന്നാണ്. അതുകൊണ്ട് പ്രവിശാലമായ ഭൂമി എന്നാണ് അവൻ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഇങ്ങനെ
കറങ്ങുകയാണ്. അത് അവന് ഫീൽ ചെയ്യൂല. കാരണം അത് അവന്റെ ദൃഷ്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിപ്രവിശാലമായ ഒരു ഇടമാണ്. അതുകൊണ്ടാണ് അത് അവന് ഫീൽ ചെയ്യാത്തത്. എന്നാല് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പർവ്വതങ്ങൾ അത് ഉറച്ചു നിൽക്കുന്നതായിട്ട് അവന് തോന്നുമെങ്കിലും അത് അതിനെ അള്ളാഹു ഉപമിക്കുന്നത് മേഘങ്ങളോടാണ്. എന്തിനാ മേഘങ്ങളോട് അള്ളാഹു അതിനെ ഉപമിക്കുന്നത്? അതും വളരെ ശ്രദ്ധേയമായ ചിന്തയുള്ള ഒരു വിഷയമാണ് കേട്ടോ. മേഘങ്ങൾ സ്വയം ചലിക്കുന്നതല്ല, അതിനെ കാറ്റ് ചലിപ്പിക്കുന്നുണ്ട്. അതിനെ കാറ്റാണ് അതിനെ തള്ളിക്കൊണ്ടു പോകുന്നത്. അല്ലെ, വിശുദ്ധ ഖുർആന് പറയുന്നില്ലേ എങ്ങനെയാണ് നിങ്ങളെ മരണാനന്തരം അള്ളാഹു ജീവിപ്പിക്കുക? മഴക്ക് മുന്നോടിയായി അള്ളാഹു കാറ്റിനെ അയക്കുന്നു. അപ്പൊ എന്നിട്ട് മേഘങ്ങൾ ഘനീഭവിച്ചു കഴിഞ്ഞാൽ, അവ ഘനീഭവിക്കുക എന്നുള്ളത് കാറ്റുണ്ടാക്കുന്നുണ്ട്, ഇതിനെ തെളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് ഒഴുകുന്നതിന്, അത് ചലിക്കുന്നതിന് കാറ്റെന്ന് പറയുന്ന ഒന്ന് കാരണമായി തീരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് പർവ്വതങ്ങളെ ഉപമിക്കുന്നത്, ഇവിടെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് മേഘങ്ങളെ കൊണ്ടാണ്. അപ്പോ ഇത് തന്നെ സ്വയം കറങ്ങുകയല്ല, ഈ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് അത് കറങ്ങുന്നുണ്ട്. എന്നാൽ പർവ്വതങ്ങളെ നാട്ടിയിരിക്കുന്നത് ആ കറക്കം മനുഷ്യന് അസ്വസ്ഥത സൃഷ്ടിക്കാതിരിക്കുവാനും മനുഷ്യനെ അവന്റെ ജീവിത താളം അവനെ വീണ്ടെടുക്കുവാനും അവന് സ്വസ്ഥമായി ആ ചലനത്തിന്റെ ഉള്ളിൽ കഴിയാനും ആവശ്യമായ രൂപത്തിൽ അള്ളാഹു പർവ്വതങ്ങളെ കൊണ്ടുവന്ന് അതിന്റെ ബാലൻസ് അള്ളാഹു ശരിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ അതിനോടൊപ്പം ഭൂമിയോടൊപ്പം അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചെറിയ ചെറിയ ചിന്തകളെ ഇതോടൊപ്പം നമ്മൾ എന്താക്കുന്നത്, ഒരു മുഫസ്സിർ വിവരിക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത്. അപ്പോ ഇവിടെ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതില് ഞാൻ ഈ പറഞ്ഞതിനപ്പുറം ഇതിനെ മനുഷ്യ പഠനങ്ങളുടെ വെളിച്ചത്തിൽ, പർവ്വതങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ പഠനങ്ങള്, ഭൂമിയുടെ ഈ ചലനത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ പഠനങ്ങള്, മറ്റു ഗ്രഹങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ പഠനങ്ങള്, ആസ്ട്രോണമി കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അതിവിശാലമായ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും പഠനങ്ങളും, ഇതെല്ലാം തന്നെ ഈ ആയത്തുമായിട്ട് ചേർത്ത് വെച്ച് വിവരിക്കാൻ പറ്റുന്ന, വിശദീകരിക്കാൻ പറ്റുന്ന കഴിവുള്ള ആളുകൾ ഇതിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിവിടെ ഈ ആയത്തിനെ വിശുദ്ധ ഖുർആന്റെ തന്നെ ആയത്തുകളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള മുഫസ്സിരീങ്ങൾ നടത്തിയ ചെറിയ അവരുടെ ദൃഷ്ടിയിൽ ആയത്തുകളുടെ വെളിച്ചത്തിൽ ഇതിനെയെല്ലാം തന്നെ അവര് വിശദീകരിക്കുന്ന വിശദീകരണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. അതിനാൽ ഇതിനെ നന്നായി വിശദീകരിക്കാം, നന്നായി പറയാം. അത്തരം ആളുകൾ അടുത്ത ആഴ്ച അവർക്ക് വേണമെങ്കിൽ ഈ ആയത്തിന്റെ നാം ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ തലങ്ങളെ സംബന്ധിക്കുന്ന, അതിനെ വിശദീകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് വിട്ടുകൊടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിനില്ല. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതുമെല്ലാം തന്നെ സ്വാലിഹായ അമലാക്കി മാറ്റുകയും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള, അവന്റെ അളമത്തിനെ കുറിച്ചുള്ള നല്ല ബോധവും ആഴത്തിലുള്ള തിരിച്ചറിവും നൽകി അള്ളാഹു നമ്മെയും നമ്മളെ ഭാര്യ സന്താനങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം തന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകട്ടെ. ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, ദുഃഖമനുഭവിക്കുന്ന, പീഡനമനുഭവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും അള്ളാഹു പകരം നൽകുകയും ഭൂമിയിൽ സമാധാനം അള്ളാഹു പുനഃസ്ഥാപിക്കുകയും ചെയ്യട്ടെ. നല്ലവരായ മനുഷ്യരെ അള്ളാഹു കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന മനുഷ്യർക്ക് സഹായികളാക്കി അള്ളാഹു മാറ്റട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.